അതായത് സാമ്പത്തികമായി ഇത് ലാഭമുണ്ടാക്കുമെന്ന് ഗവൺമെന്റ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട. കാരണം കേരളത്തിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന മദ്യവില നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ വില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി നികുതി കൂട്ടി വില വർദ്ധിപ്പിച്ചു. പക്ഷേ കേരളത്തിൽ വിൽക്കപ്പെടേണ്ട മദ്യം കേരളത്തിൽ വിൽക്കാൻ സാധിക്കാതെ കേരളീയർ, അതായത് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിൽ നിന്നും വലിയ തോതിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാര് അന്യ സംസ്ഥാനത്ത് പോയി, കർണാടകത്തില്, തമിഴ്നാട്ടില്, ഇതാണല്ലോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പോയി അവിടെ ലഭ്യമായ കുറച്ചുകൂടി വില കുറഞ്ഞ മദ്യം വലിയ തോതിൽ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സമ്പ്രദായം. ഇത് മാതൃഭൂമി തന്നെ ഒരു പ്രാവശ്യം അവരുടെ സർവേ നടത്തി അവർ നടന്ന് കണ്ടുപിടിച്ച് അവരുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിച്ചില്ല. അതായത് വില കുറച്ച് സാധാരണക്കാർക്ക് മദ്യം ലഭിക്കുകയാണ് മദ്യവിൽപ്പന വർദ്ധിപ്പിക്കുവാനും ഖജനാവ് നിറയ്ക്കുവാനുമുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ കഴിഞ്ഞ 8-10 വർഷങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. അതായത് MDMA പോലെയുള്ള രാസലായനികളിലേക്കും ലഹരിയിലേക്കും നമ്മുടെ സാധാരണക്കാര്, നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളടക്കം മായുന്നത്. അങ്ങനെയാണ് കേരളം ഈ ലഹരി മാഫിയയുടെ ഒരു മേഖലയായിട്ട് കേരളം മാറുന്നത്. ഇനി അതുപോലെ വേറൊരു കാര്യം ബെഫ്ക ഓർക്കേണ്ടതുണ്ട്, ഗവൺമെന്റ് ഓർക്കേണ്ടതുണ്ട്. എന്താണത്? ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ വ്യാപനം കുറച്ചു കൊണ്ടുവരും കേരളത്തിൽ എന്ന് പറഞ്ഞാണ് ഈ സർക്കാരും ഭരണത്തിൽ വന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഘട്ടം ഘട്ടമായി മദ്യം കുറയ്ക്കുമെന്ന് പറഞ്ഞവർ എല്ലാ ഇടങ്ങളിലും മദ്യഷാപ്പുകൾ തുറന്നു. UDFന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ പല മടങ്ങാണ് മദ്യഷാപ്പുകളുടെ എണ്ണം കൂടിയത്. അങ്ങനെ മദ്യഷാപ്പുകളുടെ എണ്ണം കൂടിയത് എന്നിട്ടും ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിൽപ്പന സാധ്യമായില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏത് മനുഷ്യനും, അതായത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും, അയൽ സംസ്ഥാനങ്ങളിലെ മദ്യത്തിനേക്കാൾ ഉയർന്ന വില കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ വിൽപ്പന ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാത്തതെന്ന്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് ഇവര് ഇങ്ങനെ ഈ തരത്തിൽ 23 വയസ്സുള്ള ആൾക്കാർക്കാണ് ഓൺലൈൻ വഴി മദ്യം കൊടുക്കുന്നത് എന്നു. ഏതെങ്കിലും ഒരു മദ്യ വിൽപ്പന ശാലയുടെ സമീപത്ത്, പട്ടണത്തിലുള്ള സമീപശാലത്ത് ഇവരുടെ എന്താ പറയാ ഇവരുടെ ഈ രഹസ്യാന്വേഷണ പോലീസിനെ ഒന്ന് നിർത്തട്ടെ. അവർക്കറിയാം ഒരുപാട് പേരുടെ ഡിമാൻഡ്സ്, അതായത് ആവശ്യങ്ങൾ അനുസരിച്ച് ഉച്ചവരെ 2 മണി വരെ 3 മണി വരെയൊക്കെ ജോലി കഴിഞ്ഞാൽ കേരളത്തിലെ കൂലി ജോലിക്കാരുടെ ജോലി തീർന്നു. അത് കഴിഞ്ഞുള്ള സമയത്ത് അന്യ സംസ്ഥാന ജോലിക്കാര് ഈ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ബിനാമിയായി മദ്യഷോപ്പിന്റെ, അതായത് അവര് പണക്കാരായിരിക്കും, അപ്പൊ അവർക്ക് നാണക്കേടാണ് മദ്യഷാപ്പിന്റെ മുൻപിൽ വന്ന് ലൈൻ നിൽക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് വേണ്ടി മദ്യം വാങ്ങിക്കൊടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അത് അവരുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തില് 23 വയസ്സ്, ശരി, അന്യ സംസ്ഥാന തൊഴിലാളി 23 വയസ്സുള്ളവനായിരിക്കാം, അവന് തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെ വേണ്ടി? ക്യാമ്പസിലെ 12 വയസ്സുകാരന് വേണ്ടി, അല്ലെങ്കിൽ 20കാരന് വേണ്ടി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോ ഏതെങ്കിലും ആൾക്കാരെ, അതായത് കോളേജ്, സ്കൂള് തലങ്ങളിൽ ഉള്ളവരെ മദ്യത്തിൽ നിന്ന് പിന്മാറ്റാനുള്ള ഒരു തന്ത്രമായി 23 വയസ്സിനെ കാണേണ്ട. 23 വയസ്സുകാരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ച് അവരുടെ ആധാർ കാർഡും കാണിച്ച് ആർക്ക് വേണമെങ്കിലും മദ്യം വാങ്ങാൻ പറ്റും. അപ്പൊ ഈ പറയപ്പെട്ട തന്ത്രങ്ങളൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ, ബെപ്കോ ഉപദേശിക്കുന്നത് പോലെ വരുമാന വർധനവിലേക്ക് നയിക്കുകയില്ല. വരുമാന വർധനവിലേക്ക് നയിക്കണം മദ്യവിൽപ്പന വഴിയെങ്കിൽ പാവപ്പെട്ടവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന വില, ആ വില കുറച്ചു കൊണ്ടുവരിക.
പാവപ്പെട്ടവന് താങ്ങാവുന്ന നിലയിലേക്ക് മദ്യത്തിന്റെ വില കുറച്ചു കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സർക്കാരിന് കാണാം, ബെഫ്കോയ്ക്ക് കാണാം, കേരളത്തിലെ മദ്യവിൽപ്പന കുതിച്ചുയരുന്നതും ഖജനാവ് നിറയുന്നതും. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലത്തൊക്കെ മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരക്കൊഴിവാക്കാൻ ആപ്പിലൂടെയും ബുക്കിംഗ്, അങ്ങനെ കുറേയധികം പദ്ധതികൾ സർക്കാരിന്റെ കീഴിൽ വന്നിരുന്നു. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചു. പക്ഷേ ചർച്ചകളൊന്നും മുന്നോട്ട് നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൂടെ ഇത്തരത്തിൽ മദ്യം വിൽക്കാൻ നടത്താനുള്ള ബെഫ്കോയുടെ തീരുമാനം, അത് തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ട് തന്നെ സർക്കാർ തള്ളാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ബെഫ്കോ ഇത്തരത്തിലൊരു നീക്കം നടത്തേണ്ട ഒരു സാഹചര്യം, അത് സാധാരണക്കാരെ പോലും കയ്യിലൊന്നുമില്ലാത്ത ആളുകളെ പോലും ഇത്തരത്തിലേക്കുള്ളൊരു മദ്യത്തിന് അടിമയാക്കാനുള്ളൊരു താല്പര്യം കൂടുതൽ ഉണ്ടാക്കില്ലേ? കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ആളുകൾ കൂടുതൽ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നും കാണുന്ന കുറേയധികം വാർത്തകളിൽ ഒതുങ്ങുകയാണ്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഉത്തരം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടേ? കൃത്യമായൊരു മാർഗനിർദ്ദേശം ബെഫ്കോയ്ക്ക് തന്നെ സർക്കാർ നൽകേണ്ടേ? തീർച്ചയായിട്ടും നൽകണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ വസ്തുനിഷ്ഠമാണ് താങ്കളുടെ എന്താണ് പറയുക ആ അഭിപ്രായം. അതായത് ആരെയും മദ്യപാനിയാക്കി മാറ്റാൻ ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ എഴുത്തു കൊണ്ടുവന്ന് തരുന്ന രഹസ്യ സ്വഭാവത്തോടെ തന്നെയാണ് മദ്യപം വന്നു കയറുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാന്യതയുടെ മുഖപടം അണിഞ്ഞ് മദ്യം വേണ്ട വാങ്ങാതിരിക്കുന്നവർ പോലും ടെംപ്റ്റഡ്. അങ്ങനെ ടെംപ്റ്റ് ചെയ്ത് എല്ലാവരിലേക്കും മദ്യം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ചേർന്ന് നിൽക്കുമോ ഇലക്ഷന്, അതോ ജനങ്ങൾ മാറ്റി ചിന്തിക്കുമോ? അതായത് അവനവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ജനങ്ങളാണെങ്കിൽ ഈ ഗവൺമെന്റ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, മദ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഗവൺമെന്റ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, മദ്യത്തിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഗവൺമെന്റാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് എന്ന് അവർ മനസ്സിലാക്കും. അവരെ വോട്ട് ചെയ്യാതെ പിന്മാറുകയായിരിക്കും ചെയ്യുക ഇത്തരം ഒരു പോളിസി ഗവൺമെന്റ് നടപ്പാക്കിയാൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.